ഹായ്. കാനഡയിൽ പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവർ ലേറ്റസ്റ്റ് ആയിട്ടൊരു ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്യാപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 3,60,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സ്റ്റുഡൻറ്റ് വിസ അപ്രൂവൽ ടിൽ 2025 കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്പ് വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിനായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇനി പോകുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനും അതേപോലെ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ചലഞ്ചസ് ഒന്ന് അഡ്രസ്സ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. സോ മേജർ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് അക്കോമഡേഷൻ അല്ലെങ്കിൽ ഹൗസിങ്, അല്ലെങ്കിൽ പിന്നെ വരുന്ന ഒരു അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ. ഈ 3 കാര്യങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചലഞ്ച് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ കാറ്റഗറീസിനെ എക്സംപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മാസ്റ്റേഴ്സിനോ PhDക്കോ അല്ലെങ്കിൽ എലിമെൻ്ററി അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷനോ പോകുന്ന സ്റ്റുഡൻസിനെ എക്സംപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്റ്റുഡൻറ്റ് വിസ സ്റ്റഡി പെർമിറ്റ് റിന്യൂ ചെയ്യാനോ എക്സ്റ്റെൻഡ് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനെയും ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ക്യാപ്പ് വരുന്നതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 35% ഡിക്ലൈൻ സ്റ്റുഡൻറ്റ് വിസ അപ്രൂവൽസിന് നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ 2025 വരെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവരിത് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രോവിൻസിലും ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ പ്രോവിൻസിലേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോവിൻസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോവിൻസിൽ DLI നമ്പേഴ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമ്മുടെ പ്രൊഫൈൽ പോകും. അവിടുന്ന് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പം നേരത്തെ കണ്ടുവരുന്ന പോലെ നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രോവിൻസ്, ലൈക്ക് ഇപ്പോൾ ഒണ്ടാരിയോയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒണ്ടാരിയോയിലേക്ക് നമുക്കൊരു പെർട്ടിക്കുലർ കോളേജിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ അത് സാധിക്കത്തില്ല. അവർ നമുക്ക് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് നമ്മുടെ ഫയൽ വെക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു മെഷർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ലാസ്റ്റ് ഇയറൊക്കെ കണ്ടുവരുന്ന സമയത്ത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുമല്ല, ചില കോളേജസൊക്കെ 100 സീറ്റ്സ് ഒക്യുപ്പൻസി ഉള്ള സ്ഥാനത്ത് അവരൊരു 400, 200, 400 അതായത് 4 ഇരട്ടി വരെ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യും. അത് ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. സ്റ്റുഡൻസ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുകയും ചെയ്യുന്ന സമയത്ത് എംപ്ലോയേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റുഡൻസിനെ അവർക്ക് കിട്ടുന്നതായിട്ട് അവർക്ക് അങ്ങനെ ഒരു ഫീല് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ക്യാപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. പിന്നെ അടുത്തൊരു ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ PhDക്കോ പോകുന്ന സ്റ്റുഡൻസിൻ്റെ സ്പൗസിന് മാത്രമേ ഇനി ഓപ്പൺ സ്പൗസ് വർക്ക് പെർമിറ്റ് അലൗ ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്തൊരു ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ്, 3 അനൗൺസ്മെൻറ്റ്സ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അതിന് തേർഡ് അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കോളേജസിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഇനി പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അടുത്ത ഒരു അപ്ഡേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന അപ്ഡേഷൻ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. GICയുടെ ചെറിയ ഒരു ചേഞ്ചാണ്, ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ അത് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഇയർ വരെ നമുക്ക് $10,000 ആയിരുന്നു GIC പേ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ അത് ഡബിളാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ $20,635 നമ്മളിനി പേ ചെയ്യേണ്ടി വരും, അത് 1 ഇയറിലേക്ക് വേണ്ടിയിട്ട്. സോ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ അവർ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന മെഷേഴ്സ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനി ഈ ഒരു മെഷേഴ്സ് എന്ന് പറയുന്നത് ഒരു 2025 വരെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ടെമ്പററി മെഷേഴ്സായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് ഇനി 2025 അവർക്ക് തോന്നുകയാണ് ഈ കാനഡയുടെ കാര്യങ്ങളൊന്ന് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മെഷേഴ്സൊക്കെ ചേഞ്ച് ആകാനും പഴയ രീതിയിലാകാനുള്ള ചാൻസസും ഉണ്ടാവും. പക്ഷേ ടിൽ ദെൻ അവർ ഇങ്ങനെ തന്നെയാണ് അവരിത് കീപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ അനൗൺസ്മെൻറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. സോ ഫർദറായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. സോ ടിൽ ദെൻ ഇറ്റ്സ് സ്മിത മഹേശ്വർ ഫ്രം മൈ ഡെസ്റ്റിനേഷൻ അബ്രോഡ്. താങ്ക് യു.